ഹലോ, വെൽക്കം ടു ലേണിംഗ്. നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 2 മാരത്തോണിലെ 4ാമത്തെ സെറ്റാണ്. ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ നമ്മളിതിൽ ചർച്ച ചെയ്യും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A multi-stage amplifier employs 5 stages, each of which has a power gain of 30. The total gain of the amplifier in decibel is. നമുക്ക് log 30 to the base 10 എന്ന് പറയുന്നത് 1.477 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം നമുക്ക് ടോട്ടൽ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഒരു 5 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. 1 2 3 4 5 സ്റ്റേജ് ആണ് ആംപ്ലിഫയർ. ഇത് ഓരോന്നിന്റെയും ഗെയിൻ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 30. പവർ ഗെയിൻ എന്ന് പറയുന്നത് 30 ആണെന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ഗെയിൻ ഇൻ ഡെസിബൽ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേജസ് 30ഉം നമ്പർ ഓഫ് സ്റ്റേജസ് 5ഉം ഓരോ ഗെയിനും 30ഉം കൂടി ആവുന്ന സമയത്ത് പവർ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റേജിന്റെ പവർ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 30 to the base 10 ആണ്. അത് 1.477 എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ പവർ ഗെയിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റേജിന്റെയും കണ്ടുപിടിക്കണം അല്ലേ? അങ്ങനെ 5 സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പൊ 5 × 1.477, അതാണ് 73.85 ഡെസിബൽ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഓരോന്നിന്റെയും ഗെയിൻ തരും. ഈ ഗെയിൻ അത് ഓരോ സ്റ്റേജിനും ഇത്രയാണ് ഗെയിൻ. അങ്ങനെയെങ്കിൽ ഗെയിൻ ഇൻ ഡെസിബൽ കണ്ടുപിടിക്കാൻ പറയും. ഡെസിബൽ അല്ലാത്ത ഗെയിൻ കണ്ടുപിടിക്കാൻ പറയും അല്ലേ? ഡെസിബൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. ഓൾറെഡി നമുക്ക് ലോഗ് 30 to the base 10 തന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കണം. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഒന്നിന്റെ ഗെയിൻ ആണ് അതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 5 ആവുമ്പോൾ 5 × log 30 to the base 10 ആണ് വരിക. അതിൽ വേറൊരു കാര്യം വിട്ടുപോയത്, നമ്മൾക്ക് പവർ ഗെയിൻ എന്ന് പറയുന്നത് സാധാരണ പവറിന്റെ ഫോർമുല എന്താ? 10 log ആണ് അല്ലെ? 10 log ആണ് പവർ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതേസമയത്ത് വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെന്നുണ്ടെങ്കിൽ 20 log വെച്ചിട്ടാണ് ചെയ്യാം. അപ്പൊ ഒന്നിന്റെ പവർ എന്ന് പറയുന്നത് അതായത് വിച്ച് ഇംപ്ലൈസ് ഒന്നിന്റെ പവർ ഗെയിൻ തന്നിരിക്കുന്നത് log 10 30 ആണ്. നമുക്ക് ഒന്നിന്റെ പവർ ഗെയിൻ എന്ന് പറയുന്നത് 10 log ഈ പറയുന്ന log 30 ആണ്, which is equal to 1.477 into 10 വരും, which is equal to 14.77 വരും. അപ്പോൾ ടോട്ടൽ പവർ ഗെയിൻ എന്ന് പറയുന്നത് 14.77 into അതാ വരിക കേട്ടോ. 5 × 14.77, which is equal to 73.85 ഡെസിബൽ. അതാണ് ഇതിൽ വരിക. ഓക്കെ, പവർ ഗെയിൻ ആയതുകൊണ്ടാണ് 10 log എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: if a class B amplifier delivers 20 watt output at 70% efficiency, what is the heat dissipated എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ക്ലാസ് ബി ആംപ്ലിഫയർ ഡെലിവർ ചെയ്യുന്ന പവർ, അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 watt ആണ് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഹീറ്റ് ഡിസിപ്പേറ്റഡ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് നമ്മൾക്കറിയാം, which implies നമുക്കിവിടെ ഇൻപുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇംപ്ലൈസ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ബൈ എഫിഷ്യൻസി ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 watt ആണ്. എഫിഷ്യൻസി 70% എന്ന് പറയുന്നത് 0.7 ആണ്, which is approximately equal to 28.51 watt ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. അപ്പൊ നമുക്ക് പവർ ഡെസിപ്പേഷൻ കിട്ടേണ്ടത് ഇൻപുട്ട് ഇത്ര കൊടുത്തു, നമുക്ക് എന്നിട്ട് കിട്ടുന്നത് എത്രയാണ്? ഔട്ട്പുട്ട് 20 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ 8.57 നമുക്ക് ഡെസിപ്പേറ്റഡ് ആയി പോയി. അപ്പോൾ പവർ ഡെസിപ്പേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻപുട്ട് പവർ മൈനസ് ഔട്ട്പുട്ട് പവർ ചെയ്താൽ മതി, which is equal to 28.57 minus 20, which is equal to 8.57 watt. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് ആർ ടിപ്പിക്കലി യൂസ്ഡ് ഇൻ. ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? ഓഡിയോ പവർ ആംപ്ലിഫയറിലാണോ, RF ഓസിലേറ്റർ ആൻഡ് ട്രാൻസ്മിറ്റേഴ്സിലാണോ, വീഡിയോ ആംപ്ലിഫയേഴ്സിലാണോ, ലോ നോയ്സ് പ്രിയാംസിലാണോ? പൊതുവെ ക്ലാസ് സി ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ RF ഓസിലേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റേഴ്സിലാണ് അത് ഉപയോഗിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Class A amplifiers operate with high efficiency but with high distortion. നമ്മൾ പറഞ്ഞല്ലോ, ക്ലാസ്സസ് കൂടുന്തോറും
അതിന്റെ ഡിസ്റ്റോർഷൻ കൂടും, പക്ഷെ എഫിഷ്യൻസി അതുപോലെ തന്നെ കൂടും. ഡിസ്റ്റോർഷനും കൂടും, എഫിഷ്യൻസിയും കൂടും. സോ പൊതുവെ നമുക്കത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് RF അപ്ലിക്കേഷൻസിലാണ്. അവിടെ സിഗ്നൽ എന്ന് പറയുന്നത് ക്യാൻ ബി ഫിൽറ്റേർഡ് ആണ്. അപ്പോൾ നമുക്ക് സിഗ്നലിനെ ഫിൽറ്റർ ചെയ്യുകയും ചെയ്യാം, ട്യൂൺ ചെയ്യുകയും ചെയ്യാം. ഡിസ്റ്റോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അവിടെ എന്താ വരിക? ഓപ്ഷൻ ബി ആണ്. RF ഓസിലേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റേഴ്സ് ആണ് വരിക. A transistor has a collector supply voltage VCC is equal to 10 volt and collector resistor RC is equal to 2 kilo ohm. What are the endpoints of the DC load line? നമുക്ക് DC load line ഫിഗർ അറിയാലോ അല്ലേ? നമുക്ക് DC ലൈൻ എന്ന് പറയുന്നത് സീറോ സിഗ്നൽ വാല്യൂസ് ഓഫ് IC ആൻഡ് VCC നമുക്ക് തരുന്നതാണ് ഈ പറയുന്ന DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന പർട്ടിക്കുലർ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടേക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു അതിൽ പ്രധാനപ്പെട്ട ക്യൂ പോയിന്റ്സ് കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന DC ലോഡ് ലൈൻ നമുക്ക് വരയ്ക്കാം അല്ലെ. പൊതുവെ നമ്മൾ VC വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് നമ്മൾ മെഷർ ചെയ്യും അല്ലെ. VCയും ICയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ നമ്മൾ VCC is equal to 0 കൊടുക്കുമ്പോഴും, അതായത് VC is equal to 0 ആവുന്ന സമയത്തും അതുപോലെ തന്നെ IC is equal to 0 ആവുന്ന സമയത്തും ഉള്ള ആ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന എന്ത് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളുടെ ഇതില് ഇത് VCE ഇൻ വോൾട്ട് ആണ് ആൻഡ് ഇതെന്ന് പറയുന്നത് IC ആണ് അല്ലെ. ഇപ്പൊ നമുക്കിങ്ങനെ ഫിഗർ ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്ന ഇതിൽ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? DC എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും? ICന്റെ വാല്യൂ, അതായത് VC എന്ന് പറയുന്നത് 0 ആയിരിക്കും ഈ ഒരു പോയിന്റിൽ. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പറയാം ഇത് VCന്റെ വാല്യൂ പാരലൽ ആയിട്ടാണ് വരും. ഇത് കണക്ട് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് VCC ആയിരിക്കും. അപ്പോൾ ഇവിടെ IC 0 ആയിരിക്കുന്ന സമയത്തുള്ള VCCന്റെ വാല്യൂവും VCC 0 ആയിരിക്കുന്ന സമയത്തുള്ള ICന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക അല്ലെ. ആ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്ട്രൈറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DC ലോഡ് ലൈനിന്റെ എൻഡ് പോയിന്റ്സ് ആദ്യം when IC is equal to 0 ആവുന്ന സമയത്ത് എത്രയായിരിക്കും? IC equal to 0 ആവുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് VCEന്റെ വാല്യൂ ആയിരിക്കും. ആ VCE എപ്പോഴും എന്തായിരിക്കും? അത് VCC ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ പോയിന്റ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് ആണ് IC is equal to 0 അല്ലെ. ഇത് IC എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. 0 ആയിരിക്കും ഇതിന്റെ കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് VCC ആയിരിക്കും. ആ VCCന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് 10 വോൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് VCE 0 ആവുന്ന സമയത്ത് VCE 0 ആവുക പറയുന്ന സമയത്ത് ICക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. ആ ICന്റെ വാല്യൂ എന്ന് പറയുന്നത് VCC by RC ആണ്. ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 10 വോൾട്ട് ഡിവൈഡ് ബൈ 2 കിലോ ഓം എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ. അപ്പൊ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് VC equal to 0 ആകുമ്പോൾ IC 5 മില്ലി ആംപിയറും കിട്ടും. VC is equal to 0 ആകുമ്പോൾ IC എന്ന് പറയുന്നത് 0 കിട്ടും. ഓക്കെ, അത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. 0, 5 10 മില്ലി ആംപിയർ. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ. In the above circuit, the transistor operates at midpoint of the DC load line. What is the Q point ആണ് ചോദിക്കുന്നത്. ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് DC ലോഡ് ലൈനിന്റെ മിഡ് പോയിന്റിലാന്ന് പറയുന്നുണ്ട്. അതിന്റെ Q പോയിന്റ് എന്താണെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മിഡ് പോയിന്റ് ഓഫ് DC ലോഡ് ലൈൻസ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം സിമെട്രിക്കൽ സ്വിംഗ് തരുന്നതാണ്. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ICന്റെ വാല്യൂ 0 ആകുമ്പോഴുള്ള VCന്റെ വാല്യൂ, VC 0 ആകുമ്പോഴുള്ള ICന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം മിഡ് പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ മിഡ് പോയിന്റ് ഓഫ് 0 വോൾട്ട് 5 മില്ലി ആംപിയർ നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് അല്ലേ ഇത്. അപ്പൊ ആ രണ്ട് വാല്യൂ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ VC മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? VC എന്ന് പറയുന്നത് 0 പ്ലസ് 10 ഡിവൈഡ് ബൈ 2 വരും. 0 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 2 വരും, which is equal to 5 വോൾട്ടും വരും. IC എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് നോക്കുക 5 പ്ലസ് 0 ഡിവൈഡ് ബൈ 2, which is equal to 2. അതായത് ഈ സാധനം പ്ലസ് ഇത് ഡിവൈഡ് മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? A പ്ലസ് B ബൈ 2 ആണല്ലോ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ 5 പ്ലസ് 0 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 2.5 മില്ലി ആംപിയർ ആണ്. A transistor acts as a closed switch when it operates in the dash region. അതായത് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് അത് ആക്ട് ചെയ്യും. ട്രാൻസിസ്റ്റർ acts as a closed switch when it operates in the ഏത് റീജിയനിലാണ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക? ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയുമ്പോൾ അത് ട്രാൻസിസ്റ്ററുടെ വർക്കിംഗ് കണ്ടീഷനാണ്. അത് ഏതാ? അത് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ആണ്. ഇപ്പൊ ചോദിക്കുകയാണ് ട്രാൻസിസ്റ്റർ ആക്ട്സ് ആസ് എ
ഓപ്പൺ സ്വിച്ച് എന്ന് ചോദിക്കുകയാണെങ്കിലോ ഓപ്പൺ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ഓഫ് റീജിയനിലായിരിക്കും കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സാച്ചുറേഷൻ റീജിയനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജംഗ്ഷനും ബേസ് എമിറ്റർ ജംഗ്ഷനും അതുപോലെ തന്നെ ബേസ് എമിറ്റർ ജംഗ്ഷനും ബേസ് കളക്ടർ ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഫുള്ളി ഓൺ ആണ്, അതൊരു ക്ലോസ് സ്വിച്ച് ആയിട്ടായിരിക്കും. കട്ട് ഓഫ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്, അതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ട്രാൻസിസ്റ്റേഴ്സ് which has VCC is equal to 10 volt തന്നിട്ടുണ്ട്, RC is equal to 1 kilo ohm തന്നിട്ടുണ്ട് and is in saturation. VCE സാച്ചുറേഷൻ ടൈമിലുള്ള VCE വാല്യൂ തന്നിട്ടുണ്ട്, അത് 2.2 volt ആണ്. വാട്ട് ഇസ് ദ കളക്ടർ കറണ്ട് IC എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ. IC RC is equal to VCC. നമ്മളത് ഇത് ആ ഒരു പെർട്ടിക്കുലർ ഫിഗറിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതാണ് അല്ലെ. VCC മൈനസ് VC ഇൻറ്റു സാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കളക്ടർ കറണ്ട് ആണ്. അപ്പൊ IC എന്ന് പറയുന്നത് VCC മൈനസ് VCE SAT divided by RC ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ VCCന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്, മൈനസ് VCE എന്ന് പറയുന്നത് 0.2 ആണ്, ഡിവൈഡ് ബൈ RC എന്ന് പറയുന്നത് 1 കിലോ ഓം ആണ്. 10 മൈനസ് 9.8 മില്ലി ആംപിയർ ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ബേസ് റെസിസ്റ്റർ ഇൻ എ ട്രാൻസിസ്റ്റർ സ്വിച്ച് സർക്യൂട്ട്? ട്രാൻസിസ്റ്റർ സ്വിച്ച് സർക്യൂട്ടിൽ ബേസ് റെസിസ്റ്ററിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കണം. ട്രാൻസിസ്റ്റർ സ്വിച്ച് ഇൻക്രീസ് കളക്ടർ കറണ്ട്, പ്രൊവൈഡ്സ് റിവേഴ്സ് ബയാസ്, ലിമിറ്റ് ബേസ് കറണ്ട്, ഡിക്രീസ് സ്വിച്ചിങ് ടൈം. ഇത്രയാണ് നമ്മളുടെ ചോദ്യം വന്നിരിക്കുക അല്ലെ. ഓപ്ഷൻസ് വന്നിരിക്കുക. ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്ന ഡയഗ്രാം നമുക്ക് അറിയാലോ അല്ലെ. എങ്ങനെയാ, ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാവും, പിന്നെ ഈ പറയുന്ന എമിറ്റർ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യും, കളക്ടർ ഇങ്ങനെ പോവും. ഇവിടെ ബേസിലാണ് നമ്മൾ റെസിസ്റ്റർ നമ്മൾ കൊടുക്കുന്നത്, അത് നമ്മൾ വേറൊരു വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന അതും നമ്മളൊരു വോൾട്ടേജ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അതിന്റെ ഫിഗർ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതില് ഈ പറയുന്ന ബേസ് റെസിസ്റ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്ന ചോദിക്കണം. ഈ ബേസ് റെസിസ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. പൊതുവെ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാ? കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ട്രാൻസിസ്റ്ററിൽ വരുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യാനാണ് പറയുന്ന ബേസ് റെസിസ്റ്റർ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ സപ്പോസ് നമ്മൾ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കറണ്ട് മുഴുവൻ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നു. ട്രാൻസിസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ബേസിൽ കൂടെയുള്ള കറണ്ട് IB എന്ന് പറയുന്നത് ഒരു സേഫ് ലെവലിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോകുന്ന വർക്കിംഗ് ചെയ്യാനുള്ള അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ, അല്ലെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ലെവൽ വരെ പറ്റുള്ളൂ. ആ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ട്രാൻസിസ്റ്ററിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് ബേസ് കറണ്ട് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. The high input impedance of an FET amplifier is mainly due to, നമ്മൾ ഈ പറയുന്ന FET-ൽ ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആണ് FET ആംപ്ലിഫയറിൽ മെയിൻ ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഫോർവേഡ് ബയാസ്ഡ് ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ കാരണമാണോ, ലോ ഡ്രെയിൻ റെസിസ്റ്റൻസ് കാരണമാണോ, റിവേഴ്സ് ബയാസ്ഡ് ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ കാരണമാണോ, ലാർജ് ട്രാൻസ് കണ്ടക്ടൻസ് കാരണമാണോ, എന്തായിട്ടാണ് വരിക? അപ്പൊ ഇവിടെ ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ഓഫ് ആൻ FET ആംപ്ലിഫയർ എന്ന് പറയുന്നത് മെയിൻലി ഡ്യൂ ടു റിവേഴ്സ് ബയാസ്ഡ് ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ കാരണമാണ് നമുക്ക് അവിടെ ഒരു ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് കിട്ടുന്നത്. ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇൻ JFETs ഗേറ്റ് സോഴ്സ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ നമുക്ക് വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് അർത്ഥം, അവിടെ അതിന്റെ ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് വരിക, റിവേഴ്സ് ബയാസ്ഡ് ഗേറ്റ് ടു സോഴ്സ് ജംഗ്ഷൻ ആണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, which of the following FET amplifier configurations typically provides voltage gain approximately 1? തന്നിരിക്കുന്ന കോൺഫിഗറേഷനിൽ ഏതിലാണ് നമ്മളുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്നത്? ഏതിലാ? ഒന്ന് കോമൺ സോഴ്സ്, കോമൺ ഗേറ്റ്, കോമൺ ഡ്രെയിന്, അതിനെയാണ് നമ്മൾ സോഴ്സ് ഫോളോവർ എന്ന് പറയാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഈ പറയുന്ന വോൾട്ടേജ് ഗെയിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് പറയുന്നത് സോഴ്സ് ഫോളോവറിലാണ്. നമുക്ക് അവിടെ പൊതുവെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണ് വരിക കോമൺ ഡ്രെയിനിൽ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ബഫർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുക. കാരണം ഡ്യൂ ടു ഹൈ ഇൻപുട്ട് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപീഡൻസ്, ഹൈ ഇൻപുട്ട് ഇംപീഡൻസും ലോ ഔട്ട്പുട്ട് ഇംപീഡൻസിനാണ് അതിൽ
ഉണ്ടാവുക. അപ്പൊ ഈ കറണ്ട് എന്ത് ചെയ്യും വരുന്നത് ഫോളോ ചെയ്യും. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ കറണ്ട് അതായത് ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അത് ബഫർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി 1 ആണ്. കറക്റ്റ് 1 ആയിരിക്കില്ല, സ്ലൈറ്റ്ലി അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്നാലും ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 1 ആണ് ഇതിൽ വരിക, കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിൽ വരിക. അതുകൊണ്ടാണ് അതിനെ ബഫർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് FETയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. BJT ഇതിന്റെ പ്രധാനമായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു സെക്ഷൻ പഠിച്ചു പോകുന്നതിന്റെ കൂടെ ഇപ്പൊ മോസ്ഫെറ്റ് ആയാലും JFET ആയാലും ട്രാൻസിസ്റ്റർ ആയാലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഒപ്പം നോക്കിയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഫുൾ പിക്ചർ ആവുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസും നമുക്ക് ഇതിന്റെ കൂടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.